മൂന്നാം എൻ.ഡി.എ സർക്കാരിന്റെ ആദ്യ സമ്പൂർണ്ണ ബജറ്റ് ഈ മാസം 23-ന് കേന്ദ്ര ധനകാര്യമന്ത്രി നിർമ്മല സീതാരാമൻ അവതരിപ്പിക്കും. ജൂലൈ 22 മുതൽ ഓഗസ്റ്റ് 12 വരെയാണ് ബജറ്റ് സമ്മേളനം. പ്രത്യേക സാമ്പത്തിക പാക്കേജ്, എയിംസ് അടക്കമുള്ള നിരവധി ആവശ്യങ്ങൾ കേരളം ഇത്തവണയും മുന്നോട്ട് വച്ചിട്ടുണ്ട്. 2024-25 സാമ്പത്തിക വർഷത്തിലേക്കുള്ള സമ്പൂർണ്ണ ബജറ്റാണ് ഈ മാസം 23-ന് കേന്ദ്ര ധനകാര്യമന്ത്രി നിർമ്മല സീതാരാമൻ ലോക്സഭയിൽ അവതരിപ്പിക്കുക. ജൂലൈ 22 മുതൽ ഓഗസ്റ്റ് 12 വരെയാണ് ബജറ്റ് സമ്മേളനം. 23-ന് ശേഷം കേന്ദ്ര ബജറ്റിന്മേൽ പാർലമെന്റിൽ ചർച്ചകൾ നടക്കും. ബജറ്റിന് മുന്നോടിയായി സംസ്ഥാന ധനമന്ത്രിമാരുടെ പ്രീ ബജറ്റ് യോഗം ദില്ലിയിൽ നടന്നിരുന്നു. കേരളത്തിന്റെ നിരവധി ആവശ്യങ്ങൾ ധനമന്ത്രി കെ.എൻ. ബാലഗോപാൽ മുന്നോട്ട് വച്ചിട്ടുണ്ട്. കേന്ദ്ര ബജറ്റിൽ 24,000 കോടി രൂപയുടെ പ്രത്യേക പാക്കേജ് സംസ്ഥാനത്തിന് അനുവദിക്കണമെന്നാണ് പ്രധാന ആവശ്യം. കോവിഡ് ആഘാതത്തിൽ നിന്നും കരകയറാനുള്ള ശ്രമങ്ങൾക്ക് പല കേന്ദ്ര നയങ്ങളും തടസ്സമാണെന്നും കേരളം ചൂണ്ടിക്കാട്ടിയിട്ടുണ്ട്. കടമെടുപ്പ് പരിധി 3 നിന്നും 3.5 ഉയർത്തുക, GST വരുമാന വിഹിതം വർദ്ധിപ്പിക്കുക, റബ്ബറിന്റെ താങ്ങുവില ഉയർത്തുക, വിഴിഞ്ഞം തുറമുഖ വികസനം, ദേശീയപാത വികസനം, ശബരിപാത, സിൽവർ ലൈൻ ഉൾപ്പെടെ കേന്ദ്രാനുമതി കാത്തുകിടക്കുന്ന റെയിൽവേ പദ്ധതികൾ തുടങ്ങി ഒട്ടേറെ കാര്യങ്ങളിൽ ബജറ്റിൽ ഇടപിടിക്കുമോ എന്നതാണ് ഉറ്റുനോക്കുന്നത്. കേരളത്തിന്റെ ചിരകാലാവശ്യമായ എയിംസ് ഇത്തവണയെങ്കിലും ബജറ്റിലുണ്ടാകുമോ എന്നതും ശ്രദ്ധേയമാണ്. വലിയ സാമ്പത്തിക പ്രതിസന്ധിയിൽ രാജ്യം മുന്നോട്ട് പോകുമ്പോൾ സമ്പൂർണ്ണ ബജറ്റിൽ നികുതി ഘടനയടക്കം മാറ്റമുണ്ടാകുമോ എന്നതും നിർണായകമാണ്. ഈ വർഷം അവതരിപ്പിക്കുന്ന രണ്ടാമത്തെ ബജറ്റാണിത്. ലോക്സഭാ തെരഞ്ഞെടുപ്പിന് തൊട്ടുമുൻപ് ഫെബ്രുവരി 1-ന് രണ്ടാം മോദി സർക്കാർ ഇടക്കാല ബജറ്റ് അവതരിപ്പിച്ചിരുന്നു. കൈരളി ന്യൂസ്, ദില്ലി.